എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 101 ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എങ്കിലും എന്നുടെ മൂർത്തിയെ ഭക്തൗഖം പങ്കങ്ങളകറ്റിടാൻ ചിന്മുദ്രയോടുമായി പട്ടഭദ്രസ്ഥനായി ഊർധവത്മാസനം വിദ്രുതം പൂണ്ടൊരു ധ്യാന സ്വരൂപനായി ഉള്ളന്നിനപ്പതും അങ്ങനെ കാൺമതും സന്മതേ മത്കൃപയേറുവാൻ സേതുവാം നിന്നുടെ ശ്രീയാദി ഭാഗ്യങ്ങളൊക്കവേ നന്നായി കനിഞ്ഞിരാം ഇന്ന് മഹാമതേ. സന്മതി ശ്രേഷ്ഠനാം നിന്നുടെ ജീവിതം ധന്യതയാർന്നെടോ മാമകാനുഗ്രഹാൽ സത്യധർമാദികൾക്കായി മുത വാഴ്കടോ ഉത്തമ പുരുഷ ഭക്ത ശിരോമണേ. ആസ്തിക്യബോധേന ധർമ്മം ചരിക്കുന്ന ആളുകളാകുമെന്ന എന്നാലയമെങ്കിലും അഞ്ജന ശാസ്ത്രജ്ഞനാകും ഒരു പുമാൻ കഞ്ചവിലോചനാൻ മമമൂർത്തിയെ ചൊല്ലുന്ന പോലുള്ള വിഗ്രഹം തീർപ്പിച്ച് പാർത്ഥരേശ പ്രതിഷ്ഠിക്കണം മോദമായി വന്നിടുമെന്നുടെ സമ്പൂർണ്ണ സാന്നിധ്യം അന്നുടൻ മൂർത്തിയിൽ എന്ന് ചൊല്ലിയിടുന്നേൻ. സർവത്ര സർവകനാകുന്നോരെന്നുടെ സർവസാന്നിധ്യങ്ങളല്ലാതെ മറ്റൊന്നും സർവകാലത്തിലും കാൺമതില്ലെങ്കിലും ലൗകിക ഭാവേന ചൊല്ലുന്നു ഭൂപതേ. പ്രാരാബ്ധമേറുന്ന കാലം കലിതനിൽ മാനവർക്കാനന്ദമേറെ ലഭിക്കുവാൻ ക്ഷേത്രങ്ങളും മമ ബിംബങ്ങളും പല ദേശങ്ങൾ തോറും ഭവിച്ചിടും നിർണയം. തത്വമസ്യാദി വിചാരിച്ച് മേവുന്നോരുത്തമർ മാനസവുമായി എന്നാലയം ഗാത്രങ്ങൾ ക്ഷേത്രവും മൂർത്തികളായിട്ട് ക്ഷേത്രജ്ഞനാം എന്നെയും കണ്ടുകൊള്ളുകടോ. ലൗകികന്മാർക്കുടൻ ബോധം വരുത്തുവാൻ ഭൂതലെ ക്ഷേത്രങ്ങൾ അൻപോടുയർന്നിടും. ക്ഷേത്രത്തിലെത്തും വ്രണിത മനസ്കന്മാർ ഓർത്തുകൊള്ളേണമീ സിദ്ധാന്തസാരങ്ങൾ. ആകയാൽ ഭൂപതേ വേഗം ഭവാൻ അതിമോദേന പോകുവൻ ക്ഷേത്രമുയർത്തുവാൻ. ലോകോപകാരം ഭവിക്കുന്ന ക്ഷേത്രത്തെ ഭൂലോകരാലംബമാക്കും കലിങ്കൽ. സമ്മാനമായി ഞാൻ തന്നിടുന്നേൻ എൻ്റെ സമ്മോഹനായുധമാകും ചുരികെ. വന്നിടും മംഗളം ഒന്നിതു മൂലമായി പിന്നീടതാരും ഗ്രഹിക്കാതവിടത്തിൽ. നിർണയിച്ചിടേണം മംഗളാത്മനെ ഭവാൻ വന്നിടുമേ സർവമംഗളം മൂഴിയിൽ. മന്നോർ കുലമണി ദേഹാർത്ഥമായ എൻ്റെ ഭക്തനാം വാവരനെ വിചാരിക്കണം. മാളികമേൽ മുതാവാഴും ഭഗവതി മായാസ്വരൂപിണി മംഗളദായിനി മത്ശക്തിയായിട്ടും ഓർത്തുകൊണ്ടിടുമ്പോൾ മത്പ്രിയമേറെയായി വന്നിടും ഭൂപതേ. കടൂരവനെന്നുടെ ദാസനും മറ്റുള്ള ഗിരിവരർ പാർശ്വകരായി നിനയ്ക്കണം. തെല്ലുപോലും ഭേദമന്യേ മത്ഭക്തർ നല്ല പോലാദരിക്കണം ഇവരെയും. ഭൂതജാലം മമാദാസരാം ഭക്തന്മാർ പ്രീതിയേറുന്നു അവരിൽ എനിക്കിടോ. ഭൂതിയേറിയിടുവാൻ ഭൂതഗണങ്ങളെ സാദരം മാനസെ കൽപ്പിച്ചു കൊള്ളണം എന്നരുൾ ചെയ്തുടൻ തന്നെ ഭക്തനെ നന്നായി കരം ഗ്രഹിച്ചിടിനാൻ ഈശ്വരൻ. മന്നവൻ കൈകളിൽ ധന്യം ചുരികെ പുണ്യശ്ലോകൻ കൊടുത്തന്തർധാനം ചെയ്താൻ. കണ്ണടച്ചേറ്റവും ഭക്തിയാ ഭഗവാന്റെ സമ്മാനം ഉത്തമാങ്കെ ചേർത്ത രാജനും കൺതുറന്ന് അൻപോട് നോക്കും ദശാന്തരെ വന്നണഞ്ഞിടിനാൻ ശബരിയാശ്രമത്തിങ്കൽ. ഉള്ളംപുറങ്ങളിൽ വെള്ളം സമാനമായി തുള്ളിയരച്ച് ഉയരുന്നൊരു ഭക്തിയിൽ അല്ലലന്യേ നിന്ന് തുള്ളുന്ന മന്നനെ നല്ലപോൽ വന്നു പുണർന്നാനാചാര്യനും. സർവേശഹസ്തം ഗ്രഹിച്ച ഗാത്രത്തിനെ പുൽകിടാനാചാര്യനും കൊതിച്ചിടുകിൽക്കില്ലു പോലും വിസ്മയമില്ലെന്ന് ചൊല്ലിടാം. നല്ലതേ നല്ലവർക്കെന്നും പ്രിയം വരൂ. രാജാവ് പോയതും നാഥന്റെ പാർശ്വത്തിൽ ജാതം മോദം നമിച്ചേറ്റം സ്തുതിച്ചതും ഭൂദേശ സമ്മാനമേവം ഗ്രഹിച്ചതും ഭൂതനാഥ പ്രഭു തന്നെ ആചാര്യൻ. താരകാനുഗ്രഹ ശക്തിയാൽ അപ്പപ്പോൾ പ്രീതനായി കണ്ടതും വന്മഹാഭാഗ്യമാം സേനാഗണങ്ങളും ശില്പി സമൂഹവും ഭൂതല നായകനാം പാണ്ഡ്യമന്നനും പ്രീതരായി ഏറ്റം പെരുത്തുള്ള ഭക്തിയാൽ പ്രീതരായി ഏറ്റം വിളങ്ങി ഗിരിതന്നിൽ ഭൂദേശ ഭൃത്യനാൻ തിങ്കൾ പ്രഭയിങ്കൽ ആര്യതാതാലയ നിർമ്മാണം കാണുവാൻ. പ്രീതരായ ദിക്കുകൾ 10 മെഴിച്ചപ്പോൾ ഭൂപതി വീരനും ഭക്തിയാ നമിച്ചുടൻ അയ്യപ്പ പൂജയും അന്നദാനാദിയും. വൈകാതെ ശാസ്ത്രപ്രിയനായ ഭൂമ്പൻ വൈകാതനുഷ്ഠിച്ച് ശില്പി വൃന്ദത്തോട് ചാതുര്യമോടൻ ചെന്നാൻ സഫരസം. നാളെ പ്രഭാതത്തിലായിടും ലോകൈകനാഥനായുള്ള ആലയാരംഭ മുഹൂർത്തവും നാളികലോചന ക്ഷേത്ര നിർമ്മാണാർത്ഥം നീളപേ പാഷാണ കാഷ്ടങ്ങൾ കൂട്ടണം. തെല്ലുമേ ആലസ്യമേശാതെ വരും നല്ല പോലെ ഈശ്വര ഗേഹം ചമയ്ക്കുവാൻ അല്ലലന്യേ കർമ്മം അൻപോട് ചെയ്യുമ്പോൾ അയ്യപ്പ ദൈവം കനിഞ്ഞിടും നമ്മളിൽ. ഓം സ്വാമിയേ ശരണമയ്യപ്പ.
എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.